പോർട്ട് ഫോർവേഡിങ് അല്ലെങ്കിൽ പോർട്ട് മാപ്പിംഗ് ഉണ്ട്. ഇതും വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് നാറ്റ് തന്നെയാണ്. നമ്മളിത് സാധാരണ കോമൺലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ CCTV അല്ലെങ്കിൽ ഏതെങ്കിലും സെർവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനോ ഒക്കെ നമുക്ക് ഇന്റർനെറ്റിൽ നിന്നൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ട് ഫോർവേഡിങ് സെറ്റപ്പ് ചെയ്യും. നമ്മുടെ റൗട്ടറിലും ഒക്കെ ഒരു പോർട്ട് ഫോർവേഡിങ് സെറ്റപ്പ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഈവൻ VPN ഒക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. സോ നോർമലി നമ്മൾ പോർട്ട് ഫോർവേഡിങ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അസ്യൂം ചെയ്യുക നമുക്ക് ഈ ഒരു സെർവറിലോട്ട് നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഒരു ആക്സസ് കൊടുക്കണം. നേരത്തെ പറഞ്ഞ സെനാരിയോ അല്ലാത്ത വേറൊരു സെനാരിയോ ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ സെർവേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് വൺ സെർവർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പബ്ലിക് IP മാത്രമേ ഉള്ളൂ, നമുക്കല്ല വേറെ പബ്ലിക് IP റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉള്ള ഒരു യൂസറിന് ഈ ഒരു സെർവർ ആക്സസ് ചെയ്യണം. അസ്യൂം ചെയ്യുക നമ്മുടെ ഇത് CCTVയുടെ സെർവറാണ്. അപ്പൊ ഈ CCTVയുടെ സെർവർ ആക്സസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള വീഡിയോസ് എല്ലാം കാണണം. അന്നേരം നമുക്ക് ഇന്റർനെറ്റിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ആകെപ്പാടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു IP-ലോട്ട് മാത്രമാണ്. കാരണം ഈ ഇതിന്റെ IP-ലോട്ട് കണക്ട് ചെയ്യാം, കാരണം ഇതിന് പ്രൈവറ്റ് IP ആണ്. സോ ഇന്റർനെറ്റിൽ നിന്ന് ഒരിക്കലും നമുക്കൊരു പ്രൈവറ്റ് IP-ലോട്ട് കണക്ട് ചെയ്യാൻ ഒക്കത്തില്ല. അന്നേരം നമ്മുടെ CCTVയുടെ അസ്യൂം ചെയ്യാൻ നമുക്ക് CCTVയുടെ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെബ് സെർവർ പോലെ വർക്ക് ചെയ്യും. സോ അതിന്റെ ഒരു പോർട്ട് നമ്പർ വരുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലിരുന്ന് ഈ ഒരു CCTV ആക്സസ് ചെയ്യുന്ന ഇപ്പം 10.1.0.10 എന്ന് പറഞ്ഞൊരു IP, എന്നിട്ട് ജസ്റ്റ് HTTP ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്കാവും നിൽക്കുക. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ CCTVയുടെ ആ സെർവർ ആക്സസ് ചെയ്യുന്നത് വിചാരിക്കുക വീട്ടിലിരുന്ന്. അന്നേരം CCTVയുടെ സെർവറിന്റെ IP അഡ്രസ് എത്ര? ഇതാണ്. ഇന്റർനെറ്റിൽ നിന്ന് എനിക്ക് ഇത് കണക്ട് ചെയ്യാൻ നോക്കിയാൽ ഇത് വർക്കാകത്തില്ല, കാരണം ഇത് പ്രൈവറ്റ് IP ആണ്. സോ എനിക്ക് അപ്പോൾ ഈ ഒരു IP ആണ് യൂസ് ചെയ്യാൻ പറ്റുക, കാരണം ഇത് പബ്ലിക് IP ആണ്. അപ്പോൾ പബ്ലിക് IP ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ അന്നേരം ഈ പബ്ലിക് IP-ലോട്ട് ഞാൻ HTTP എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങനൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കണക്ഷൻ നേരെ നമ്മുടെ ഈ ഒരു സെർവറിലോട്ട് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് ഇങ്ങനൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് നോർമലി ബ്ലോക്ക് ചെയ്ത് കളയത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൽ HTTP സെർവർ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് HTTPയുടെ GUI ഇന്റർഫേസോ എന്തെങ്കിലും എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കലി നമ്മളത് പറഞ്ഞു കൊടുക്കണം.